ഹലോ, അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനൊരു മോർണിംഗ് പേഴ്സണാണ് കേട്ടോ. എനിക്ക് രാവിലെ എപ്പോഴും നല്ല പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും എൻ്റെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വെക്കാനാണ് എനിക്ക് താല്പര്യം. അല്ലാതെ ഞാനിപ്പം വീട്ടിലാണ്, അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുന്നതിലും എനിക്കിഷ്ടം. അപ്പം ഞാനെപ്പോഴും ചെറിയൊരു പ്ലാനിങ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം നമുക്ക് നമ്മളെ ലൈഫിൽ ഒരു ചെറിയ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ ഒരു ഡേ നമുക്ക് വളരെ സിമ്പിളാക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിരിക്കില്ലേ. രാവിലെ ഓഫീസിൽ പോകുന്നു, തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും കുട്ടികളുടെ കാര്യങ്ങളുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഫുഡ് കാര്യങ്ങൾ എല്ലാം കൂടെ ഒരു എല്ലാവർക്കും അത് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് നമുക്ക് ചിലപ്പോൾ ഒരു സ്ട്രെസ്ഫുള്ളായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു പ്ലാനിങ് മാത്രം നമുക്ക് ചെയ്യാം. അതിനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒറ്റ ദിവസത്തെ ഒരു മീൽ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ഒറ്റൊരു ദിവസത്തെ മീൽ മാത്രമേ ഇപ്പോൾ പ്ലാൻ ചെയ്യാറുള്ളൂ. അപ്പം നാളത്തേക്ക് ഞാൻ സാമ്പാറും അതേപോലെ തന്നെ ക്യാബേജിൻ്റെ ഉപ്പേരിയുമാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. കൂടാതെ കുറച്ച് കടല വേവിച്ചും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. പീസ് വേവിച്ച് വെച്ചാൽ രാത്രിക്കും കൂടെ കറിയാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ച് വെച്ചു. സാമ്പാറിനുള്ള അരപ്പും കൂടെ ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയാവുമ്പം ചിലപ്പോൾ നമ്മൾ ഡിന്നർ ഉണ്ടാക്കുന്ന ആ ഒരു 1 ഹവറിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഈ ഒരു സൈഡ് ബൈ സൈഡായിട്ട് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഇത്. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ കിച്ചൺ ആകെ മെസ്സിയാവും. അതിന് ശേഷം അത് നമ്മൾ ശരിയാക്കാൻ കുറേ സമയമെടുക്കും. അതിനേക്കാളൊക്കെ കുറച്ചും കൂടി ഈസി നമുക്ക് രാത്രി ചെയ്ത് വെക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഒരു കംഫർട്ട് ഏതാണെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് സിമ്പിൾ സ്റ്റെപ്സാണിത്. നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ തന്നെ കുറച്ചും കൂടി രാവിലത്തെ കാര്യങ്ങൾ ഈസിയാവും. ചില ആളുകൾ ഒരു 1 വീക്കിലേക്കൊക്കെ ഉള്ളത് മീൽ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നവരുണ്ട്. പക്ഷെ അതിന് നല്ല സ്കില്ല് വേണം. അതേപോലെ തന്നെ നമുക്ക് എല്ലാത്തിനെയും കുറിച്ച് നല്ല നോളേജും വേണം. എത്ര ഫുഡ് എങ്ങനെ വെക്കാം, എങ്ങനെയൊക്കെ അത് പ്രിസർവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് സ്കില്ല് വേണം, നമുക്ക് എക്സ്പീരിയൻസും വേണം. പക്ഷെ അതിനേക്കാളൊക്കെ സിമ്പിളായിട്ട് അതിലേക്കുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് 1 ഡേത്തെ ഒരു മീൽ പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഇങ്ങനെയാണല്ലോ ഒരു ദിവസത്തെ മെയിനായിട്ടുള്ളൊരു പാർട്ട് നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം കുറച്ച് നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഫുഡൊക്കെ ശരിയാക്കി പാക്ക് ചെയ്തു. അപ്പം ഇന്ന് രാവിലത്തെ കാര്യം ഓക്കെ. ഇനിയിപ്പോൾ രാത്രി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഈ എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെയൊക്കെയാണ് ഈ റുട്ടീൻസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതുപോലത്തെ റുട്ടീൻസ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം എക്സസൈസ് ചെയ്യാനൊക്കെ നമ്മൾ നല്ല എഫേർട്ട് ഇട്ടിട്ട് നമ്മളെ മടീനെ ഒഴിവാക്കിയിട്ട് വേണ്ടേ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെയാണ് ഇത്. നമ്മൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പോലും അറിയാതെ ഗ്രാജ്വലി അത് നമ്മളുടെ കൂടെ അങ്ങ് വരും. അപ്പോൾ പിന്നെ നമ്മളുടെ ഈ ഒരു സൈക്കിൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് കേട്ടോ. വളരെ പാക്ഡ് ആയിട്ടുള്ളൊരു ലൈഫിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരിക്കും. കുറച്ചും കൂടി ഫാമിലി ടൈം കിട്ടാനും, ഫാമിലി ടൈമിലും നമ്മൾക്കും വേണ്ടൊരു ടൈം വേണ്ടേ, അതും നമുക്ക് വേണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനും ഒക്കെ നമുക്കൊരു ടൈം കണ്ടെത്താനായിട്ട് പറ്റും. നമ്മളുടെ ഒരു ടൈമിനനുസരിച്ചിട്ടും നമ്മൾക്കുള്ളൊരു വർക്ക് ടൈമും ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ റുട്ടീൻസൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് പാലക് പനീറാണ്. അപ്പോൾ ഞാൻ ആദ്യം വെള്ളം തിളപ്പിച്ചു, അതിലേക്ക് പാലക്കിട്ട് നന്നായിട്ട് ബ്ലാൻഡ് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. അത് എന്നിട്ട് തണുത്ത വെള്ളത്തിൽ വെച്ചിട്ട് മാറ്റി വെച്ച് അതിനുശേഷം ഉള്ളി അരിയണം. ഉള്ളി ചെറുതായിട്ട് അരിയണം. ഞാൻ ഈ ചോപ്പർ കാണിക്കുമ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റിവ്യൂ. ഇത് ഞാനിവിടെ അടുത്തുള്ള ലുലുവിൻ്റെ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത്രയും യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദ്യം വന്ന സമയത്ത് അതിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ചയായിരുന്നു. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ചോപ്പെന്നൊക്കെ പറഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പം കുറച്ച് നല്ല എഫേർട്ട് ഇട്ടാലാണ് അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ അങ്ങനെ നമ്മൾ പാലക്ക് മിക്സിയിൽ കുറച്ച് പച്ചമുളക് ചേർത്ത് അരിഞ്ഞ് വെച്ചു. ഇനി മസാലപ്പൊടികളൊക്കെ എടുത്ത് റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ജീരകം ചേർത്ത് കൊടുത്തു. ഉള്ളിയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഒന്ന് ചോപ്പറിലിട്ടിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുകയാണ് കേട്ടോ നല്ലത്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ്. എന്നിട്ട് അതും ഈ നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായി വാടി വരണം. അതിനുശേഷം ഞാൻ തക്കാളിയും കൂടെ ഒന്ന് അരച്ച് വെക്കുന്നുണ്ട്. തക്കാളി അരച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത്. ഞാനപ്പോൾ ഈ ചോപ്പറിൽ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ആണെങ്കിൽ തക്കാളി ഇങ്ങനെ ശരിക്കും പേസ്റ്റ് പോലെ ആയി വരുമായിരുന്നു. ഇപ്പം അങ്ങനെ പേസ്റ്റ് ആവണമെങ്കിൽ കുറേ നേരം നമ്മൾ ആക്കണം.
അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നാൽ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടഞ്ഞു വരുന്ന, എന്നിട്ട് ആ എണ്ണ തെളിഞ്ഞ് വരുമല്ലോ, ആ ഒരു ഫോം എത്തുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഈ ഡിന്നർ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ നാളത്തേക്കുള്ള പച്ചക്കറിയും സാധനങ്ങളും അരിഞ്ഞു വെക്കുന്നത്. നാളെ മോരുകറിയാണ്, അപ്പോൾ അതിലേക്കുള്ള പപ്പായ മോരുകറി. അപ്പോൾ പപ്പായ അരിഞ്ഞു വെച്ചു. ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത് ക്യാരറ്റ്, ബീട്രൂട്ടും പൊട്ടറ്റവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ. നല്ല എല്ലാ പച്ചക്കറിയും ഉണ്ട് കൂട്ടത്തിൽ, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ടും പറ്റും. അപ്പോൾ അതിന് പ്രശ്നം എന്താ വെച്ചാൽ രാവിലെ ഇത് വേവിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഒരുപാട് ചെറുതാക്കാനും പാടില്ല, ഒരുപാട് വലുതാക്കാനും പാടില്ല. ഒരു ചെറിയൊരു ക്യൂബ് സൈസിൽ കട്ട് ചെയ്തിട്ട് ഞാനത് ഉപ്പിട്ട് വേവിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഉള്ളി ശരിയായപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പാലക്ക് ചേർത്ത് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പനീറും കസൂരി മേത്തി ചേർത്തിട്ട് മിക്സ് ചെയ്തപ്പോൾ പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഡിന്നറിൻ്റെ കാര്യം സെറ്റായി. തലേ ദിവസം നമ്മൾ വേവിച്ച് വെച്ച പീസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെറിയൊരു ഈവനിങ് സ്നാക്ക് പോലെ ഉണ്ടാക്കി. എണ്ണയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പീസും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് സിമ്മിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ഉപ്പേരിയായിട്ടും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പറ്റും, ഇല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിന്ന് കുട്ടികൾക്കും എനിക്കും ഈവനിങ് സ്നാക്കായിട്ട് ഇതാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് സിമ്മിലാക്കിയിട്ട് അതൊന്ന് വഴറ്റിയെടുത്താൽ നല്ല രസമാണ്. അപ്പം ഞാൻ ഉപ്പേരിക്കുള്ളത് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നൈനു സ്കൂളൊക്കെ വിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അവൾക്കുള്ള ഫുഡൊക്കെ ഞാൻ കയ്യിൽ കൊടുത്തിരുത്തിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമുക്ക് ചപ്പാത്തിയും കൂടെ ചുട്ട് വെച്ചാൽ രാത്രിയത്തെ ഡിന്നറിൻ്റെ കാര്യം സെറ്റായി. പിറ്റേ ദിവസം രാവിലത്തെ ഫുഡിൻ്റെ കാര്യത്തിലും ഓക്കെ. അപ്പോൾ തന്നെ നമ്മളുടെ എനിക്ക് ഒരുപാട് സമയം ഈ ഒരു ഡിന്നർ ടൈമിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ കിട്ടുന്ന പോലെ തോന്നും. അല്ലെങ്കിൽ രാവിലെ ഞാൻ കുറേ നേരം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഉണ്ടാവും. അടുത്ത ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, ഒരുവിധം എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, ഡ്രസ്സ് മടക്കി വയ്ക്കുക, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് തോരടുക, അത് കഴിഞ്ഞാൽ അത് അയണിങ് ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് അപ്പം വേണ്ട ഡ്രസ്സ് മാത്രം ഞാൻ അയൺ ചെയ്ത് വെക്കാറുള്ളത്. അല്ലാത്തതൊന്നും ഞാൻ മുൻകൂട്ടി പിന്നെ അയൺ ചെയ്ത് വെക്കാറില്ലായിരുന്നു. കാരണം ഒരുപാട് സമയം വേസ്റ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ആ ഒരു പണി ഞാൻ ഒഴിവാക്കി. പകരം വേണ്ടപ്പം മാത്രം അയൺ ചെയ്യുക, പക്ഷേ നന്നായിട്ട് മടക്കി വെക്കും. അതേപോലെ ഇപ്പോഴത്തെ എൻ്റെ ഒരു ലോണ്ട്രി റുട്ടീൻ എന്ന് പറയുന്നത് 2 days കൂടുമ്പോഴാണ് ഞാൻ വാഷ് ചെയ്യാനായിട്ടിടുന്നത്. അപ്പോൾ അതിൽ ഒരു ഡേ മടക്കി വെക്കാനും എടുക്കും, ഒരു ഡേ വാഷ് ചെയ്യാനും ഇടും. കാരണം രണ്ടും ഒരേ ദിവസം ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന പോലെ തോന്നും. ഇതിൽ തന്നെ മടക്കി വയ്ക്കുന്നതിനും കുറേ ടൈം വേണം, തോരടാനും കുറേ ടൈം വേണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുപാട് തുണി ഉണ്ടാവില്ല, ഒരു മീഡിയം എമൗണ്ടേ കാണുള്ളൂ. പിന്നെ അതേപോലെ നമുക്ക് ഇതുപോലത്തെ കുറച്ച് വാക്യൂം ക്ലീനർ അങ്ങനത്തെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. കുറേ ടൈം നമുക്ക് അങ്ങനെയും ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ പുതുതായി വാങ്ങിയൊരു സംഭവമാണ്. വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഫ്ലാറ്റ് മോപ്പ്, അതും അതിൽ തന്നെ സ്പ്രേയും ഉണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് മക്കളെ 2 പേരും ഒരുമിച്ച് പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ്, മോനെ ആദ്യം നന്നായിട്ട് പഠിപ്പിക്കുക, അതിനുശേഷം മോൾക്ക് ജസ്റ്റ് സപ്പോർട്ട് മാത്രം കൊടുക്കുക, എന്നിട്ട് ഗ്രാജുവലി അവളെ ഒറ്റയ്ക്ക് പഠിപ്പിക്കാനായിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ശരിക്കും അതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പായിരുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ കമൻസൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവാറുണ്ട് കേട്ടോ. പക്ഷേ ടൈമിൽ ഇവർ 2 പേരും പഠിച്ചൊരു കാര്യമാണ്, എൻ്റെ കൂടെ കുക്ക് ചെയ്യാനിരുന്നിട്ട് ബേസിക് ആയിട്ടുള്ള കുക്കിംഗ് സ്കിൽസ്. ഫസ്റ്റ് നൈനു പഠിച്ചത് ചായ ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ഇപ്പോൾ ചായ എന്ന് വീട്ടിൽ പറഞ്ഞാൽ അപ്പം അവൾ ഉണ്ടാക്കി കളയും. ചൂടില്ലാണ്ട് കിട്ടണമെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ പതിപ്പിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചൂട് വേണമെങ്കിൽ ഒരു 2 വട്ടം ചെയ്താൽ മതി. താങ്ക് യു നൈനു. നല്ല രസം.
സീസണാ? സ്നോ വരുന്ന സമയം, വിന്റർ സീസൺ. മഴ പെയ്യുന്ന സമയം, റെയിനി സീസൺ. ഇതെന്താണ്? സണ്ണ് ഹോട്ട് ആയിട്ടുള്ള ദിവസം, അതിനെന്ത് സീസൺ എന്നാ പറയാ? എന്തായിരുന്നു? സമ്മർ സീസൺ. ഇനി ഒരു സീസൺ കൂടെ ഉണ്ട്, ഇലകൾ ഫുള്ള് താഴോട്ട് വീഴുന്നില്ല. ഓട്ടം. ഈ ഒരു വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.